കേരളത്തിൽ ഇതിനോടകം 3,80,000 ലൈഫ് വീടുകൾ പൂർത്തിയായി. ഒരു സെക്കൻഡ്. കേരളത്തിൽ ഇതിനോടകം ഇപ്പോൾ സർക്കാരിനോട് നിങ്ങൾ എത്ര വീട് വെച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ ലൈഫിലൂടെ 3,80,000 വീടുകൾ വെച്ചു കൊടുത്തു. 5 ലക്ഷത്തിലേക്ക് പോകുന്നു. കണക്കുകൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ പുതിയ ഗഡു അവതരിപ്പിച്ചു. പക്ഷെ കോൺഗ്രസിന് ജനകീയ പ്രശ്നങ്ങളോട് ഈ വിധം വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് പടക്കളം കടന്നുപോകുന്നത്. ഇന്നലെ നമ്മൾ കണ്ട പയ്യന്നൂർ പടക്കളത്തിൻ്റെ തുടർച്ചയാണ്. ഇന്ന് വളരെ ശക്തമായ വിഷയങ്ങളാണ് വളരെ സജീവമായി പടക്കളത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലേക്കാണ് നമ്മൾ ഇന്നും വീണ്ടും പോകുന്നത്. അപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പയ്യന്നൂരിൽ നിന്നുള്ള പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് അവിടെ നിന്ന് കേരളത്തിലെ KPCC വെച്ചു കൊടുത്ത വീടുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നത്, ആ തർക്കം വന്ന്. ഞാൻ അവിടെ നിന്ന് ശ്രീ മസൂദൻ എം എൽ എയോട് ചോദിക്കുന്ന ഒരു കാര്യത്രേ ഉള്ളൂ. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വസ്തുനിഷ്ഠമായി കണക്കുകൾ അവതരിപ്പിച്ച് കോൺഗ്രസിന് കേരളത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ലൈഫിൻ്റെ കാര്യം ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച ബഹളത്തിൽ മുങ്ങിപ്പോയി. 3,80,000 പരം വീടുകൾ ലൈഫിൽ ചെയ്തു കൊടുത്തു. 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ പോകുന്നു. അതിനിപ്പോഴും പുതിയ ഗഡു അനുവദിച്ചു എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ കോൺഗ്രസിന് ജനകീയ പ്രശ്നങ്ങളോട് ആ വിധത്തിൽ സംവദിക്കാൻ കഴിയുന്നുണ്ടോ? ജനകീയ പ്രശ്നങ്ങളോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫെബ്രുവരി 8 ദില്ലി സമരത്തിൽ ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം ബന്ധപ്പെട്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയാണ്. അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാം. ആർക്ക് വേണ്ടി സംസാരിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്? നമുക്ക്, കേരളത്തിന് വേണ്ടി. അതിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നും വ്യത്യാസമില്ല. ഓരോ മലയാളിക്കും വേണ്ടി ദില്ലിയിൽ പോയി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? ഈ കേരളം ശ്വാസം മുട്ടി മരിച്ചാൽ സാരമില്ല. ഇങ്ങനെയുള്ള ഒരു ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള യോജിപ്പുള്ള മൂവ്മെൻറ്റിന് കോൺഗ്രസ് സന്നദ്ധമല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയാ. 3,80,000-ലധികം വീട് കേരളത്തിലെ ഗവൺമെൻറ് കെട്ടിക്കൊടുത്തു. ലൈഫ് പദ്ധതി ജനങ്ങളതിൽ താമസിക്കുന്നു. പാലുകാച്ചൽ പരിപാടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു സന്തോഷവും എന്തൊരു സംതൃപ്തിയുമാണ് ആ കുടുംബങ്ങൾക്ക്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് പറയുന്നു, ഞാൻ CPMൻ്റെ ഒരു പ്രതിനിധിയാണ്. ഈ കേരളത്തിൽ CPM സംസ്ഥാന സമ്മേളനം CPMൻ്റെ ലോക്കൽ കമ്മിറ്റികളോട് പറഞ്ഞു, മിനിമം ഒരു വീടെങ്കിലും നിങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് കെട്ടിക്കൊടുക്കണം. ഈ കേരളത്തിൽ 2000-ലധികം വീട് CPM നിർമ്മിച്ച് കൈമാറിക്കൊടുത്തു. അതുമാത്രമല്ല, ഒരു ലോക്കലിൽ ഒരു വീട് മാത്രമല്ല, 1-ലധികം വീടുകൾ. ഇന്നലെ ഞാൻ പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടി, ഇവിടുത്തെ അധ്യാപകരെല്ലാം ചേർന്ന് ഒരു സാധു കുടുംബത്തിന് കെട്ടിക്കൊടുത്തിട്ടുള്ള വീട്, 3ാമത്തെ വീടാണ് ഈ പയ്യന്നൂർ കെട്ടിക്കൊടുക്കുന്നത്. 3ാമത്തെ വീട്. എന്ത് പിന്നെ ബ്രിജേഷെ പറയും, നിങ്ങൾ ആർക്ക് കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ മനസാക്ഷി അതിനോടൊപ്പം നിൽക്കുമോ? ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, ബുദ്ധിമുട്ടിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താണ്? എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ അവിടെ ഇരുന്ന് കൂട്ടിച്ചേർത്ത് രസകരമായ ഒരു പോയിന്റാണ്. അതായത് ഈ MLAയുടെ ചോദ്യത്തിന് മറുപടി താങ്കളിലേക്ക്, അതിനുശേഷം അതിലൊരു BJP റോളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, മനു ഒന്ന് തയ്യാറായിരിക്കും. അപ്പോൾ അവിടെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് MLAമാർ കേരളത്തിൽ നിന്നുള്ള UDF ലോക്സഭയിലെ UDF MPമാർ എന്തുകൊണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിന്നില്ല, ഒപ്പിട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയെ കാണാൻ പോയില്ല, പോകാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അതുകൊണ്ട് എന്തുകൊണ്ട് ലംഘിച്ചു എന്ന് മുഖ്യമന്ത്രി നിരന്തരം പറയുന്നതിൻ്റെ ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് മറുപടി എന്താ, ഞങ്ങൾ 18 പേരും കിളയ്ക്കാൻ പോണോ എന്ന് K. സുധാകരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയും കൂടെയാണ്. അപ്പോൾ ഈ നിലയിലുള്ള, അപ്പുറത്ത് കണ്ണൂരിൽ, അപ്പോൾ ഈ നിലയിലുള്ള ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ട്. ഉത്തരത്തിലേക്ക് കേരളത്തിലെ ഏത് വിഷയത്തിലും മണ്ഡലം തല ഈ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 10,000-കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും നടപ്പിലാക്കി കൊടുക്കാൻ കേരളത്തിലെ ഇന്നത്തെ MPമാർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരംതിരിച്ചുള്ള കണക്കുകൾ നമുക്കറിയാം. MLAക്ക് പറയുന്നതാണല്ലോ. രാഷ്ട്രീയപരമായിട്ട് പിന്നെ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ഓരോ തവണയും ഇന്ത്യയിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗത്തിലായാലും അങ്ങനെ ഓരോ വിഷയത്തിലും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ മേഖലകൾ കേരളത്തിലെ MPമാർ ഏറ്റവും നന്നായി പ്രവർത്തിച്ചവരാണ്.
അതിന്റെ ഭാഗമായി അവിടെ അവിടെ സുധാകരൻ ഇത് പറയുന്നത് ഇവിടെ പിന്നെ എന്തിനാണ് കേരളത്തിലെ ഓരോ എം പിമാരുടെയും പെർഫോമൻസ് നിങ്ങൾ എടുത്തു നോക്കണം. 90% 100% പദ്ധതി വിഹിതം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് ഇന്ന് കേന്ദ്രയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മറുപടി പറയണ്ട, ഇങ്ങനെ പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഓരോ എം പിമാരും ഞാൻ പറയട്ടെ, മറുപടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അങ്ങനെ അറിയണമെങ്കിൽ ഗൂഗിൾ എന്റെ മറുപടി ഞാനാണ് താങ്കളുടെ എനിക്ക് വേണ്ടി പറയേണ്ട കാര്യമല്ലോ. അയാൾ ആ തീരുമാനമൊക്കെ അവിടെ വെക്കും. അദ്ദേഹം പറഞ്ഞത് താങ്കൾ അവതരിപ്പിച്ചതിൽ തെറ്റായ രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ ഇവിടെ എംപിയുടെ ഞാൻ ഒറ്റ കാര്യം പറയാം. എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട്, എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട്, ഞാൻ ഒറ്റ കാര്യം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ലഭ്യമായതിൽ 8.5 കോടി രൂപ ചെലവഴിക്കാതെ വെച്ചിട്ടുള്ള എം പി എന്ന് പറയുന്നത് കാസർഗോഡ് എം പിയാണ്. അതാണ് നാട്ടിൽ പൂർണ്ണമായി ചെലവഴിച്ചു എന്ന് പിറ്റേ ദിവസം പറഞ്ഞു. എന്തിനാ പറയുന്നത്? എന്താ ചെയ്യുന്നത്? കലക്ടറല്ലേ പറയേണ്ടത്? ഓരോ വർഷത്തിലും രേഖകളിൽ ഒന്നും അത് മാറിയിട്ടില്ല, എല്ലാത്തിലും മാറി. നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു നോക്കണം. അദ്ദേഹം ഈ 2024 മാർച്ച് 31 സാമ്പത്തിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കണം. കണ്ണൂർ ജില്ല കാസർഗോഡ് എം പിയുടെ ഫിഷൻ 100%. പിന്നെ രണ്ടാമത് പറയട്ടെ, ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ കാസർഗോഡിന്റെ വികസനം. ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോ കാസർഗോഡ് എം പി ആണല്ലോ. ദേശീയപാതയുടെ ഓഫീസ് പൂട്ടിയത് കോൺഗ്രസിന്റെ ഭരണത്തിലാണ്. മതി അത് നിങ്ങളുടെ MLA-മാർ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്നെ കാണിച്ചു തരാം. എന്റെ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ബോർഡ് വെക്കുന്നതിനോട് പോലും യോജിപ്പില്ല. വെച്ചിട്ടുണ്ട്. വലിയ പേര് വെക്കുന്നത് വേറൊരു കാര്യമാണ്. പേര് വെക്കുന്നത് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ നിയമാനുസൃതമായി പേര് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം. പൈസ അനുവദിക്കുന്നുള്ളതാണ്. പറയട്ടെ, കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിനകത്ത് എന്ത് വികസനം നടത്തിയാണല്ലോ ഒന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്. കാസർഗോഡ് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് കാഞ്ഞങ്ങാടേക്ക് പോകും, നീലേശ്വരം പള്ളിക്കര റെയിൽവേ ഗേറ്റ് കാണാം. എത്ര വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ആരുടെ കാലഘട്ടത്തിലാണ് വന്നത്? ഞങ്ങൾ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നപ്പോഴാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അവസാനമായ ഫിനിഷിംഗ് പോയിന്റ് വളരെ വസ്തുതാപരമായി പറയാം. തെറ്റായ ഒരു കാര്യം പറയുന്നത്. രണ്ടാമത് പയ്യന്നൂർ റെയിൽവേ എംപിയുടെ കാലത്ത് നടന്നിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നിരാഹാര സമരടക്കം നടന്നിട്ടാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കണം. പഴയ റെയിൽവേ സ്റ്റേഷനാണോ? അവിടെ നടക്കുന്നുണ്ടോ? ഇവിടെ പാർക്കിംഗ് 38 ലക്ഷം കോടിയുടെ വർക്ക് അവിടെ നടക്കുന്നുണ്ടോ? പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനകത്ത് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ വികസനം ആരാ കൊണ്ടുവരേണ്ടത്? MLA ആണോ കൊണ്ടുവരേണ്ടത്? മുനിസിപ്പാലിറ്റി കൊണ്ടുവരുന്നത്? ആരാ കൊണ്ടുവരുന്നത്? ഒരു നിമിഷം മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, നാഷണൽ ഹൈവേയിലുള്ള മേൽപ്പാലങ്ങൾ, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം. അവര് പറഞ്ഞു കഴിഞ്ഞ ശേഷം താങ്കൾ ഈ വാദം മുന്നോട്ട് വെച്ചു. പോളിസിയാണ് ഹൈമാസ് ലൈറ്റ് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ വികസനം, ഒരു ചെറിയ റോഡോ ഒരു ചെറിയ പാലമോ എവിടെയെങ്കിലും മണ്ഡലത്തിൽ വേണ്ട, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കേ. ഫോട്ടോ വെച്ച് പോകുന്നേ ഉള്ളൂ.
ഈ അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള വികസനം, അതായത് റോഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ ഭാരതത്തിൽ മൊത്തത്തിൽ വരുന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വികസനമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനമാണ്. വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് കണ്ടുപിടിച്ചത് നിങ്ങളാണെന്ന് പറയാതിരുന്നാൽ മതി. അല്ല, റെയിൽവേ വികസനം, ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട റെയിൽവേ വികസനത്തെ കുറിച്ച് എന്ത് പറയും? അതുപോലെ പൊതുമേഖലാ വ്യവസായത്തിന്റെ വളർച്ച എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മോദി ഗ്യാരണ്ടി. അദ്ദേഹം മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യത്തിന് സംരക്ഷിക്കപ്പെടുന്ന ആളാണ് BJP എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനക്ക് പകരം മനുസ്മൃതിയാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് കാസർഗോഡ് നിങ്ങൾ MP പറഞ്ഞു. കർണാടകത്തിലെ MP ഇന്ത്യൻ ഭരണഘടനയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഈ ഭാരതത്തിന്റെ ഭരണഘടനയെ വെറുതെ മനു, ഭരണഘടനയെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ. ആർട്ടിക്കിൾ 24 എന്താണ് ഭരണഘടനയുടെ? പറയൂ, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ആരോപണം എന്താണെന്ന് പറയൂ. ആർട്ടിക്കിൾ 24 പ്രകാരം നിങ്ങളുടെ പാർട്ടി ഒരാൾക്കും ഇക്വാലിറ്റി അനുവദിക്കുന്നില്ല. ഇക്വാലിറ്റിയെ കുറിച്ച് ചർച്ചയുണ്ടായി, ഭരണഘടന ഉയർന്നു വന്നു, ജനാധിപത്യം ഈ രാജ്യത്ത് എങ്ങോട്ട് എന്ന ചോദ്യം ഉയർന്നു വന്നു. അവിടെയൊക്കെ BJP വക്താവ് ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ച സമീപനവും മറുപടിയും അതിലുയർന്ന വിമർശനങ്ങളുമുണ്ട്. താങ്കളുടെ ഭാഗം? ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വരുന്നു. ഭരണഘടനയുടെ ഏത് ഭാഗത്തു നിന്നാണ് മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം നിർണ്ണയിക്കുന്ന കാര്യം മുന്നോട്ടേക്ക് വരുന്നത്? ഏത് ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഇവിടെ നേരത്തെ പ്രജേഷ് പറഞ്ഞ ആർട്ടിക്കിൾ 14 എടുക്കുക. മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിൽ പൗരന്മാരെ നിർണ്ണയിക്കാൻ സാധിക്കുമോ? പാടില്ല എന്നുള്ളതല്ലേ നമ്മളെ ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാട്. അതിനെ അട്ടിമറിക്കുന്നതിന് ആരാ പരിശ്രമിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്നവരല്ലേ. അതിൽ ഒറ്റക്കെട്ടാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ നേരത്തെ ദേശീയ പൗരത്വ രജിസ്റ്റർ വന്നു. പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കാൻ സന്നദ്ധമായില്ല. കേരളമാണ് ആദ്യം പറഞ്ഞത് ഞങ്ങളിത് നടപ്പിലാക്കില്ല. ഏത് കാലത്ത്? കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിന്റെ നിലപാടോ? UDF സർക്കാരിന് ഒന്നും വേണ്ടിയില്ല. അവർ പറഞ്ഞു ഞങ്ങളെ നടപ്പിലാക്കി, കേന്ദ്ര ഗവൺമെന്റ് നയമില്ല. ഇപ്പോഴും അതിനല്ല പറയുന്നത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ? കേന്ദ്രത്തിന്റെ നയം നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ അതിലേറ്റവും പ്രത്യാഘാതം ഉണ്ടായത് ആസാമിലാണ്. ഒരു കുടുംബത്തിലെ ഇരട്ട പറ്റിയിട്ടുള്ള 2 കുട്ടികൾ, ഒരാൾ രജിസ്റ്ററിലുണ്ട്, മറ്റൊരാൾ രജിസ്റ്ററിലില്ല. ഗോഹട്ടിയിലെ ഒരു സ്കൂൾ അധ്യാപകൻ്റെ 2 കുട്ടികളുടെ ദയനീയ ചിത്രം കേരളത്തിൽ കൊണ്ടുവന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള അച്ചടി മാധ്യമമാണ്. 19 ലക്ഷം ആളുകൾ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടാതെ അവർ ഇന്ത്യക്കാരല്ലാത്ത നിലയിൽ അവരെ വകഞ്ഞു മാറ്റുന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വരുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി വീണിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങൾ, അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് പറയാം, അവർ മുസ്ലിമായിട്ടല്ല രക്തസാക്ഷിയായത്, ഇന്ത്യക്കാരനായിട്ടാണ്. ഇന്ത്യക്കാരനായിട്ട് തലയുയർത്തി നിന്നിട്ടാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത്. അവരുടെ പിതാമഹന്മാരുടെ ജനന കാലം കൂടി എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നത് ഈ നാടിനെ എത്ര ക്രൂരമായിട്ടാണ് BJP കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്താ ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ കാരണം? അത് പറയണ്ടേ? ഈ ചെറിയ ആഴ്ചകൾക്കുള്ളിൽ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് സന്നദ്ധമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരുന്നതിന് കാരണം എന്താ? രാമക്ഷേത്രത്തിൻ്റെ വിഷയം വന്നല്ലോ, അത് വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെയോ വേറെന്തെങ്കിലും വേണം. ആ വേറെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതുവരെ കുടിച്ച കള്ളുകൊണ്ടൊന്നും ഒന്നും ആവില്ല എന്നുള്ളത് കൊണ്ട് ഒരു പുതിയ കുപ്പി എടുത്തതാണ് ഏത് പൗരത്വ ഭേദഗതി നിയമം. അത് വെച്ചിട്ടെങ്കിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റുമോ? ഈ നാടിൻ്റെ സമാധാനം തകർക്കാൻ വേണ്ടി പറ്റുമോ? ഈ രാജ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഛിന്ന ഭിന്നമാക്കാൻ പറ്റുമോ? ഈ ക്രൂരമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന BJP സംഘപരിവാർ സ്വീകരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയ ഒരു ചർച്ചയാണ്. അതിൽ ആ വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യം കമൻറ്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് കൂടി എടുക്കാം. അല്പം കൂടി ക്ഷമയോടെ നിൽക്കുക. UDFിലേക്കാണ് അല്ലെങ്കിൽ കോൺഗ്രസിലേക്കാണ് ഇവിടെ പ്രശ്നം. ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. പക്ഷേ ഇതിനോടെടുക്കുന്ന രാഷ്ട്രീയ സമീപനം, സമര സമീപനം എന്നുള്ളിടത്താണ് കോൺഗ്രസ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധി അതുപോലെ ഖാർഗെ പോലെയുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ത് നിലപാട് നാളിതുവരെ പറഞ്ഞു എന്ന് നിരന്തരം കേരളത്തിൽ മുഖ്യമന്ത്രി
ചോദിക്കുന്ന, ഇടതുമുന്നണി ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് LDF സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചുകളും സമരങ്ങളും നടക്കുന്നു. കോൺഗ്രസ് എവിടെ? ഔദ്യോഗിക നിലപാട് പറയാനില്ല. രാഹുൽ ഗാന്ധിക്ക് മൗനം. ഖാർഗെ പറയുന്നു രാത്രി ആലോചിച്ചിട്ട് പറയാം. ഇതുവരെ രാത്രി പുലർന്നിട്ടില്ലാത്ത മട്ടിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിൽക്കുകയാണ്. നിലപാടിൻ്റെ കാര്യത്തിൽ CAA നിലപാട്, CAA ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യം ഇനാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻജങ്ഷൻ പ്രസംഗത്തിൽ തന്നെ ആദ്യമായി അതിനെ എതിർത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് നമ്മുടെ തിരുവനന്തപുരം MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരാണ്. നിങ്ങൾ ഏത് ചാനലും ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. യൂട്യൂബിലും സെർച്ച് ചെയ്യണം. 2018 ഈ പാർലമെന്റിനകത്ത്, ഈ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ നിയമം ആദ്യമായി വായിച്ച് അമിത്ഷാ വായിച്ചതിന് ശേഷം ആദ്യമായി എഴുന്നേറ്റ് ഈ നിയമത്തിന് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 6, ആർട്ടിക്കിൾ 11 ഇതിൻ്റെയൊക്കെ ഇത് കൃത്യമായ ലംഘനമാണ്. അത് കഴിഞ്ഞ് നിയമം പാസ്സായി. കഴിഞ്ഞ ദിവസം ചട്ടം വന്നു. ഇത് രണ്ടും വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി എന്തേ പ്രതികരിക്കാത്തത്? പാർലമെന്റിനകത്ത് അതിനെക്കുറിച്ച് ഏറ്റവും വലിയ ശിക്ഷ സംസാരിച്ചത് അതായത് ചട്ടമടക്കം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിക്കും ഖാർഗെക്കും എപ്പോഴാണ് 2019 ഇത് ഇനാക്ട് ചെയ്യപ്പെടുകയും അന്ന് തൊട്ട് CAA-ക്കെതിരാണ് ഞങ്ങൾ എല്ലാ സമരങ്ങളും. ഇതുപോലെ സുപ്രധാനമായ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും സമയം വേണോ? രാഹുൽ ഗാന്ധിക്ക് ഇത്ര സമയം വേണോ? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഭയന്ന് കോൺഗ്രസ് ഒരു ദേശീയ നിലപാട് പറയാതെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞുമാറുമല്ല, ഖാർഗെ ഒഴിഞ്ഞു മാറുന്നു. ഖാർഗെ ഒരു ചിരിയോടെയാണ് ഗൗരവമായ വിഷയത്തെ സംബന്ധിച്ചുണ്ടല്ലോ. കേരളത്തിലെ CAA നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ ശക്തമായ സമരങ്ങൾ, 656 കേസുകൾ പിണറായി സർക്കാർ ഇപ്പോഴും ഞങ്ങളുടെ ഗൗരവമായ വിഷയത്തിലാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. താങ്കൾ വഴിമാറോ? ഓരോ മണ്ഡലത്തിലും എന്താണ് രാഹുൽ ഈ വിഷയത്തിൽ ചട്ടം വന്നതിന് ശേഷം ഇവിടുത്തെ ഉണ്ണിത്താനും എപ്പോഴാ MP ഉണ്ണിത്താൻ പറഞ്ഞത് CAA-യുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോ അതൊക്കെ കേന്ദ്രത്തോട് ചോദിക്കണം, ദേശീയ തലത്തിലെ നേതാക്കളോട് ചോദിക്കണം. ഇവിടെ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രിജേഷ് ഒരു കാര്യം പറയാനുണ്ട്. ഒരു ദേശീയ പാർട്ടിയാണ് ബ്രിജേഷ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ബ്രിജേഷ്, കേൾക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുത്തെ നിങ്ങളുടെ MP കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സിജു കണ്ണനാണ് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഈ പ്രക്ഷോഭവും സമരവും ഒക്കെ അദ്ദേഹത്തിന് ബാലിശമാണ്. അടുത്തത് ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്ന നിലപാടെടുത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് മൈക്കിന് അടുത്തെന്ന് പറയാമോ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ വിഷയം. എപ്പോഴാണ് ഏത് ചാനലിലാണ്? ഞാൻ അത് ഞാൻ ഇനി അങ്ങനെ പറഞ്ഞാൽ നോക്കാം. അല്ല, ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അതിനോട് യോജിക്കുന്നില്ല. റൈറ്റ്. വളരെ പ്രധാനപ്പെട്ടമായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് CAA-യുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ധാരണയുണ്ട്. വ്യക്തമായ CAA നടപ്പിലാക്കാൻ ഇന്ത്യ രാജ്യത്ത് ഒരു വർഷവശാൽ നടപ്പിലാക്കില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു, അധികാരത്തിലേറിയ രാഹുൽ ഗാന്ധി ചോദിച്ച മാധ്യമ പ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ച ഈ ചോദ്യം വെറും ബാലിശമാണെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാടിനെ DCC ജനറൽ സെക്രട്ടറി അംഗീകരിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ റാലി, ആ റാലിയിലും മഹാരാഷ്ട്രയിലെ നമ്മുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തിലും രാഹുൽ ഗാന്ധി അസന്നിഗ്ധമായി പറഞ്ഞു, ഇന്ത്യ മുന്നണി അധികാരത്തിലിരുന്ന പക്ഷം CAA-യും NRC-യും ഇന്ത്യയിൽ നടപ്പിലാക്കില്ല. എന്താ പറയേണ്ട കാര്യമുള്ളത്? രാഹുൽ ഗാന്ധി അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തെറ്റും ഇൻവെർട്ടർ കോമിൽ തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറയാൻ സന്നദ്ധനുമല്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല.
നിങ്ങൾ പറയേണ്ട ഒരു കാര്യം ന്യായ് യാത്രയുടെ നിങ്ങൾ സമാപനത്തിൽ എന്തിനാ മഹാരാഷ്ട്രയിൽ പറയുന്നത്? വെച്ച് കോൺഗ്രസിന്റെ ബോംബെയിൽ വെച്ച് നിലപാട് ലക്ഷക്കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നേരത്തെ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞു നിന്ന് സുപ്രീം കോടതിയിൽ ഇതിനെതിരായിട്ട് ആദ്യം കേസുമായിട്ട് പോയ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് UDF പോവാതിരുന്നത്? കോൺഗ്രസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളുടെ നിലപാടിലെ വൈരുദ്ധ്യം കൊണ്ടാണ്. എന്ത് പാർട്ടിയാണ് നിങ്ങൾ? എന്ത് പാർട്ടിയാ? CPI-യുടെ നിലപാടാണോ മുഴുവൻ? CPI-യുടെ നിലപാടാണോ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും? ഭരണഘടനയോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആണോ? നോക്കട്ടെ, ആ രണ്ടുപേർ നിൽക്കട്ടെ. ഈ നിലപാടുകൾ ഒന്നാണെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ എങ്ങനെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, കോൺഗ്രസ് ചേർന്ന് നിൽക്കാത്ത UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിലപാടല്ല UDF-ന്റെ സ്ഥാനാർത്ഥി, കാസർഗോഡ് മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്. അതിനോട് യോജിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കാത്ത ആളാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. വീഡിയോ വേണം കേൾപ്പിച്ചുതരാം. ഇവിടെ BJP-ക്കെതിരെ അതിശക്തമായ ഇന്ത്യയിൽ വർഗീയത അവസാനിപ്പിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, അതുപോലുള്ള വലിയ വലിയ സംവിധാനം ഉണ്ടാക്കാനുള്ള വലിയ പോരാട്ടത്തിലായിപ്പോൾ അവിടെ വെറുതെ ചപ്പടാച്ച് വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയും. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ചോദിച്ച കാര്യം ഇവിടെ മാധ്യമ പ്രതിനിധി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കാസർഗോഡ് MP ആണ്, ഇവിടുത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, മറ്റേത് നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് അങ്ങോട്ട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഏതാനും ദിവസം മുമ്പ് മാധ്യമത്തിൽ വന്നു. അദ്ദേഹത്തിനോട് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ഇൻ ദ നൈറ്റ് ആൻഡ് ഐ വിൽ ടെൽ യു ടുമാറോ. മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് ഞാൻ രാത്രി ആലോചിച്ചിട്ട് നാളെ പറയാം. അയാൾക്ക് ഇതുവരെ പുലർന്നിട്ടില്ല. നിങ്ങൾ എന്തിനാ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഈ വിഷയത്തെ കുറിച്ച് മീറ്റിംഗിൽ നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾ അതൊക്കെ അവിടെ വെക്കുക. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരു ദേശീയ നിലപാടില്ല, ഒരു കാര്യത്തിലും വ്യക്തമായ നിലപാടില്ല. ചടിയിൽ കുത്തിയ നാട്ടയെ പോലെ ഓരോ സന്ദർഭത്തിലും ഓരോയിടത്തും അഭിപ്രായം പറയുന്ന ഒരു പാർട്ടിയാണ്. ഇതിനകത്ത് BJP-യുടെ കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടുകൾ സ്വീകരിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാലോ. അതല്ല BJP പോലും പറയുന്നു. അതെന്തോ BJP പറയുന്ന സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിലടക്കം ഇന്ത്യ സഖ്യമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിലുള്ള പല പഞ്ചായത്തുകളിലും ഇന്ത്യ സഖ്യമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മഞ്ചേശ്വരവും അതേപോലെ കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളിലുള്ള പല പഞ്ചായത്തുകളിലും BJP മാറ്റി നിർത്താൻ വേണ്ടി ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ. ആ സഖ്യത്തിന് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണിയായി മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? പഞ്ചായത്തിൽ, ഓർക്കാടി പഞ്ചായത്തിൽ, പൈവളിക പഞ്ചായത്തിൽ, കുമ്പടാജയിൽ ഈ പഞ്ചായത്തിൽ ഒക്കെ LDF-ഉം UDF-ഉം ഒന്നിച്ചാണ് ഭരിക്കുന്നത്. ഈ കാസർഗോഡ് ഒരു പഞ്ചായത്ത് എവിടെയാ കോലിബി സഖ്യമുള്ള? വോട്ട് ചെയ്തിട്ട് അവിടെ അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് CPM ആണോ? എവിടെ കാസർഗോഡ് ഏത് പൈവളികയിൽ ആരാ? കോൺഗ്രസ്സുകാരൻ CPM-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ രണ്ട് പേര് UDF-ന്റെ 2 മെമ്പർമാർ പിന്തുണ പ്രഖ്യാപിച്ചത്. വായിക്കുന്ന കൂട്ടത്തിലല്ല, പൈവളികയിൽ 2 പേര് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്. വാർത്തയിൽ നിന്ന് മനസ്സിലാക്കും, നിങ്ങളുടെ നാടിന് അടുത്താണല്ലോ പൈവളികയിൽ മനു അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത് അവിടെ നിങ്ങളാണോ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്? തീർച്ചയായും റൈറ്റ്, അത്രയും കറക്റ്റ്. അതിൽ ഒരു കോൺഗ്രസ് അംഗം നിങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണച്ചോ? അതായത് സ്വതന്ത്രനായിട്ടുള്ള ഒരു അംഗം. എന്തോ അംഗം. അതെ, പക്ഷെ മറ്റ് 2 അംഗങ്ങൾ അപ്പൊ അത്രയും ക്ലിയർ ആയി. അതായത് BJP അവിശ്വാസം കൊണ്ടുവന്നു, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്ത് അംഗം പിന്തുണച്ചു. അത്രയും വ്യക്തം. അപ്പുറത്ത് 2 ലീഗ് അംഗങ്ങൾ അവിശ്വാസത്തെ എതിർത്തു. അതും ശരിയാണല്ലോ. ശരിയാണ്. ശ്രീ മധുസൂദൻ, ഇതെന്ത് രാഷ്ട്രീയമാണ്? എന്താണ് അതിന്റെ സൂചന? ഇത് പരമ്പരാഗത രാഷ്ട്രീയല്ലേ? കോലി അല്ല, ലീഗ് എല്ലാ കാലത്തും അങ്ങനെയല്ലേ? അല്ല, അതിൽ വ്യത്യാസം വന്നു. അതായത് കോൺഗ്രസ് BJP-ക്കൊപ്പം നിൽക്കുകയും യോജിക്കാനാവാതെ താങ്കൾ മുമ്പേ പറഞ്ഞ ലീഗ് വ്യത്യസ്തമായി നിൽക്കുകയും കോലി ബിയിലെ ലീ അങ്ങോട്ടേക്ക് മാറ്റിയാൽ കോ ബി ആയി.
കോൺഗ്രസും ബി ജെ പിയും ചേർന്നിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള ബന്ധമാണ് പൈവളികയിൽ കാണുന്നത്. അതിനോട് അതിന് ലീഗിന് യാതൊരു മടിയില്ല. അതിനോട് ലീഗിന് ലീഗിന് കടുത്ത യോജിക്കാനാവാത്തതാണോ പ്രതിഷേധമുണ്ട്. കണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതിയിൽ ലീഗ് പോകുന്നത് ഇവർ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതന്നെയാണ് പൈവളികയിൽ കാണുന്നത്. കാരണം ഇവരെ വിശ്വസിച്ചാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ലീഗ് ആ മുന്നണിയിൽ നിന്ന് തന്നെ മാറിയിട്ട് സ്വതന്ത്രമായിട്ട് നിലപാടെടുത്തത്. ബ്രിജേഷ്, ഞാൻ വാർത്ത കണ്ടെന്താണെന്നറിയോ? രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് അംഗം ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണച്ചു. പക്ഷേ അതിനൊപ്പം നിൽക്കാൻ യു ഡി എഫിലെ 2 ലീഗ് അംഗങ്ങൾ തയ്യാറായില്ല. അവർ ഈ അവിശ്വാസ പ്രമേയത്തെ എതിർത്തു. ഇതൊരു ഗൗരവമായ രാഷ്ട്രീയമുണ്ട്. കാരണം കോൺഗ്രസ്, കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു, വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞു, പല ഘട്ടത്തിലും കോൺഗ്രസ് ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്ന അവസ്ഥയിൽ വിയോജിപ്പിന്റെ ലക്ഷണവും ഭാഷയുമല്ലേ ലീഗ് കാഴ്ചവെച്ചത് പൈവളികയിലെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിലാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്നും പുള്ളിയെ പുറത്താക്കുകയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒരു വ്യക്തി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ താങ്ങേണ്ട കാര്യം ഈ അവസരത്തിൽ എനിക്കില്ല. ശേഷമല്ലേ സസ്പെൻഡ് ചെയ്തത്? അതായത് അങ്ങനെ ഞാൻ പറയട്ടെ, കേരളത്തിലെ തിരുവനന്തപുരത്ത് എത്ര പഞ്ചായത്തിൽ എടുക്കാം, നമുക്ക് അതിന്റെ നെറ്റിലെടുക്കാം, എത്ര വിഷയങ്ങളിൽ നടത്തും. ഏറ്റവും പോട്ടെ, കാട്ടാക്കട പഞ്ചായത്തിൽ ഏറ്റവും അവസാനം, നിങ്ങളൊരു സംസ്ഥാന കാട്ടാക്കട പഞ്ചായത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നാണല്ലോ, റഹീം അടക്കമുള്ള ആളുടെ നേതൃത്വം സംഭവം നടന്നത്. അവസ്ഥയിലേക്ക് പോകട്ടെ, വളരെ വ്യക്തമായിട്ടാണ് പ്രാദേശികമായ രാഷ്ട്രീയത്തിനകത്ത് പഞ്ചായത്ത്, ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തരത്തിൽ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടാകാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയമല്ല ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബിജെപിയുമായി CPM-നകത്ത് അണ്ടർ കറൻസ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഏറ്റവും അവസാനം വന്ന റിയാസ് മൗലവിയുടെ വിധി വരെ. റിയാസ് മൗലവിയുടെ വിധിയിൽ എന്തുകൊണ്ടാണ് അവിടെ പ്രതികൾ രക്ഷപ്പെട്ടു പോയത്? കൃത്യമായി അവിടെ ഇന്നലെ വിധി പറയുന്ന ജഡ്ജ് കാസർഗോഡ് സെഷൻസ് ജഡ്ജ് പറഞ്ഞു, വളരെ വ്യക്തമാണ്, അന്വേഷണവും തെറ്റായിരുന്നു, ആ അന്വേഷണങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു. എനിക്ക് അന്വേഷണത്തിന്റെ പഴുതുകളല്ലാതെ ആ വിധിന്യായത്തെ എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പരസ്യമായി ഒരു ജഡ്ജ് വിധി പറയുന്ന എന്റെ ചോദ്യം ആ വിധി ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ആ വിധി തെറ്റാണ്. റിയാസ് മൗലവി വധം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മനുഷ്യൻ പള്ളിയിൽ കടന്നുറങ്ങുമ്പോൾ RSSകാർ വന്ന് നിഷ്ഠൂരമായി കഴുത്തറുത്ത് വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയിട്ടുള്ളതാണ് റിയാസ് മൗലവി വധം. ആ കേസിൽ 3 പ്രതികളെയാണ് പിടിച്ചത്. ആ 3 പ്രതികൾ കഴിഞ്ഞ 7 വർഷം 7 ദിവസമായിട്ട് ജയിലിലാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കടുത്ത നിലപാടിൻ്റെ ഫലമായിട്ട് പറഞ്ഞു കേട്ടോ, ഒരു വഴിയുമില്ലാത്ത നിലയിൽ കർശനമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് കൈക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളായിട്ടുള്ളവർ 7 വർഷം 7 ദിവസമായിട്ട് ജയിലിൽ കടന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് ഈ ജഡ്ജ്മെന്റ് വെച്ചുകൊണ്ട് അത് CPM BJP അന്തർധാരയാണ് എന്ന് വിലയിരുത്താനുള്ള അത്രയും ബാലിശമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഒരു അഭിഭാഷകനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്താൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ലീഗ് അംഗങ്ങൾ തന്നെ വളരെ ശരിയാവിധം നടപടികളെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിയമസംഘം എന്താ പറയുന്നത്? ഈ പ്രതിഭാഗം ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് വിധിയിലുള്ളത്. അത് വൈരുദ്ധ്യമാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഈ നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടാകുന്നതിന് വഴിയൊരുക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ പാടില്ലായിരുന്നു. വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ആര് പറഞ്ഞു? ഈ പ്രതികൾക്കെതിരായിട്ട് ഈ കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള വക്കീൽ പറഞ്ഞു കൃത്യമായിട്ടുള്ള തെളിവുണ്ടായിരുന്നു. പക്ഷെ ആ തെളിവൊന്നും കോടതി പരിഗണിച്ചില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ നീതി നിഷേധമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അപ്പീൽ പോവാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു അപ്പീൽ നടപടികളിലേക്ക് അതായത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വക്കീലിനൊന്നും തിരിയില്ല. ഇതൊന്നും
റൈറ്റ്. തിരിഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. വക്കീലിന് തിരിഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. മനസ്സിലാവില്ലേ? നിങ്ങള് പറഞ്ഞ ഞങ്ങൾ MLA നിങ്ങളെ പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം, പ്രോസിക്യൂഷൻ ശരത്, ഒറ്റ കാര്യം, പി ജയരാജനെ വെട്ടിനുറുക്കിയിട്ട് അദ്ദേഹത്തിന്റെ കൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം ഇപ്പോഴും ശാരീരിക വിഷമതയിൽ നടക്കുന്ന ഒരാളാണ്. പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള കേസ് ഈ സമീപകാലത്ത് വിട്ടു ഹൈക്കോടതി. എന്താ നിർദ്ധാരയാ നിങ്ങൾ പറയുന്നത്? പ്രോസിക്യൂഷൻ പരാജയം. എന്ത് എന്താ? ആരാ അന്വേഷിച്ചത്? ആരുടെ കാലത്താ റീ എൻക്വയറി ആരുടെ കാലത്താ വന്നത്? വസ്തുത പെശകാണ്. താങ്കൾ ധരിച്ചിരിക്കുന്ന പോലെ അതിനകത്ത് പി ജയരാജൻ തന്നെ ചീഫ് ജസ്റ്റിസിന് അടക്കം കത്തയച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ പരാജയം എന്നല്ല, പ്രോസിക്യൂഷനോടക്കം കേസിന്റെ വാദത്തിനൊരു ഡേറ്റ് പറയുന്നു, അത് വെക്കേഷന് ശേഷമാകാമെന്നോ മറ്റോ പറയുന്നു. ആ ധാരണയിൽ പോകുമ്പോൾ തൊട്ടടുത്ത ദിവസം കേസെടുത്ത് പൊടുന്നനവേ വാദം പറഞ്ഞതായിട്ടോ മറ്റോ രേഖപ്പെടുത്തി പോകുന്നു. അപ്പോൾ തന്നെ പി ജയരാജൻ ഇതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നു. ഈ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അതിൽ നടന്നത്. പ്രോസിക്യൂഷന്റെ മെറിറ്റിന്മേലുള്ള വാദത്തിലല്ല വിധി വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതെനിക്ക് ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം. ഇന്ന് ഇപ്പോ റിയാസ് മൗലവിയുടെ കേസിലോ പി ജയരാജന്റെ കേസിലോ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ പ്രബലമായ പല കേസിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വണ്ടിപ്പെരിയാർ കേസിലടക്കം വണ്ടിപ്പെരിയാർ കേസിലെ വിധി പറയുമ്പോൾ ജഡ്ജ് എന്താ പറഞ്ഞത്? കോടതിയാണ്, പ്രോസിക്യൂഷൻ ആഭ്യന്തര മേഖല അന്വേഷണം നടത്തേണ്ട പോലീസ് എൻക്വയറി. ആ റിപ്പോർട്ട് ഏറ്റവും അവസാനം നിങ്ങൾ ഏറ്റവും വേദനിപ്പിച്ചത് അഭിമന്യുവിന്റെ കൊലപാതകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് കോടതിയിൽ നിന്ന് കട്ടുകൊണ്ട് പോകുന്നത് ഏത് സാഹചര്യത്തിലാ? ബ്രിജേഷ് സാമാന്യം കോടതിയെ കുറിച്ചിട്ടും അതിന്റെ രീതികളെ കുറിച്ചിട്ടും ധാരണയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിലുള്ളൊരു രേഖ ആർക്കെങ്കിലും കട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വക്കീലിന് ഭൂഷണമായിട്ടൊരു കാര്യമല്ല. അതിന്റെ രേഖകൾ മുഴുവനും കോടതിയുടെ കയ്യിലുണ്ട്. ആ കേസിൽ ഒരു തരത്തിലും പിറകോട്ടേ പോകുന്ന പ്രശ്നം കേരളത്തിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. കൃത്യമായിട്ടും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. ഒരു ചെറുപ്പക്കാരന് നിഷ്ഠൂരമായിട്ട് കശാപ്പ് ചെയ്തിട്ട് എൻ്റെ മക്കൾ ഗോളടിച്ച് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള KPCC പ്രസിഡന്റിന്റെ കൊടി പിടിക്കുന്ന ആളാ ഈ ബ്രിജേഷ്. ഒരു ചെറുപ്പക്കാരനെ എന്റെ കുട്ടികൾ കാര്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ രണ്ടുപേരും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാദം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെട്ടിക്കൊന്നത് ഇടക്ക് പറ്റിയ തെറ്റാന്ന് നിങ്ങള് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് തുറന്നു പറഞ്ഞില്ലേ? കാര്യങ്ങൾ പറയട്ടെ. അതാണ് നിങ്ങൾ സ്പർശിക്കുന്നില്ലല്ലോ. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഞാൻ SDPI കാരനെ സംരക്ഷിക്കാൻ ഒന്നാം ഒരു പൊതുയോഗ പ്രസംഗത്തിലേക്ക് കോട്ടയിൽ എത്രയോ തെളിവുകളും പ്രശ്നങ്ങളും കോടതിയിൽ നിന്ന് പോയി. പക്ഷെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ നിങ്ങളുടെ ധാരണ പെശകാണ്, ചില മാധ്യമ വാർത്തകളെ ആശ്രയിച്ചു മാത്രം പറയുന്നതാണെന്നും രേഖകളെല്ലാം കോടതിയിലുണ്ട് എന്ന നിലയിലാണ് MLA. അല്ല, രണ്ടുപേരുടെ അഭിപ്രായം കോടതി പറഞ്ഞ കാര്യമാണ് പേപ്പറിൽ വിശദീകരണം വന്നതിനെ കുറിച്ചാണ് രണ്ടാമത് കൊണ്ടുവെക്കുമ്പോൾ അതെന്താണ്? അതൊരു സസ്പീഷ്യസ് ഡോക്യുമെന്റ് ആയി മാറി. ഈ സസ്പീഷ്യസ് ഡോക്യുമെന്റ് ആണ് കോടതി അങ്ങനെ ഒന്നും പറഞ്ഞു. സസ്പീഷ്യസ് ഡോക്യുമെന്റ് ആയിട്ട് കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല. കോടതിയിലുള്ള ഒരു കേസാണ്. ആ കേസിൽ നടപടികളുമായിട്ട് കോടതി മുന്നോട്ടേക്ക് പോവുകയാണ്. അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ചില മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് ഡോക്യുമെന്റ് കാണുന്നില്ല എന്ന്. മാധ്യമങ്ങൾ എങ്ങനെയാ അത് എഴുതുന്നത് എന്നും ബ്രിജേഷ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. ഒരു വെടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യം ഒറ്റൊരു കാര്യം കൂടി. SDPI ഇപ്പോൾ UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേണ്ടെന്ന് പറയോ?
ഞങ്ങൾ വേണ്ടാന്ന് പറയാം. മഞ്ചേശ്വരം ബ്ലോക്ക് ഭരിക്കുന്നത് SDPI മെമ്പറുടെ പിന്തുണയോട് കൂടിയാണ് UDF. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ BJPയും UDFും ഒരേപോലെയാണ്. SDPIയുടെ ഒരംഗത്തിന്റെ പിന്തുണയോട് കൂടിയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്തിൽ അല്ല ബ്രിജേഷ്, ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വേണ്ട. ഇടതുപക്ഷം സഹായിച്ചത് SDPIയുടെ പിന്തുണ വേണ്ട. മെമ്പർമാരെ ബ്രിജേഷ്, SDPIയുടെ പിന്തുണ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയുമോ? MLAയുടെ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു മത തീവ്രവാദികളുടെയും വോട്ടിന് പിന്നാലെ പോകുന്ന ആളല്ല. ഒരു വോട്ട് വേണ്ടെന്ന് പറയുമോ? തീവ്രവാദികളായ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നാലെയും പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രണ്ട് കച്ചവടമല്ലേ? അപ്പൊ അതെന്താണ് ആ കച്ചവടത്തിന്റെ ആ കച്ചവടത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വോട്ട് കച്ചവടം നടത്തി വാങ്ങുന്നതാണ്. അതിന് റെഡിയാണ് കോൺഗ്രസ്. ആര് പോയിട്ടില്ല? SDPI പിന്തുണ അപ്പൊ പറയണ്ടേ നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. EMS പറഞ്ഞൊരു വാക്കുണ്ട്, RSSകാരുടെ വോട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയാൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ BJPയുടെ വോട്ട് നിലയിൽ കുറവ് വരുന്നുണ്ട്, വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുന്നോട്ട് പോക്ക് അത്ര ശുഭകരമായി കാണാൻ കഴിയില്ല, ഏത് ഗ്യാരണ്ടി കേരളത്തിൽ അവതരിപ്പിച്ചാലും. ഈ തെരഞ്ഞെടുപ്പിൽ BJP വളരെ മുന്നോട്ട് പോകും. അതിനുള്ള കാരണം തന്നെയാണ് ഈ രണ്ട് മുന്നണികളും കേരളത്തിന് പുറത്ത് ഒന്നിച്ച് മത്സരിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള വികസനം ഇത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് UPA സർക്കാർ 2014 അതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്യാസിന് വില ഉണ്ടായത്. 2014 ജനുവരി 25-ആം തീയതി 141 രൂപ ഏറ്റവും കൂടുതൽ വില ഉണ്ടായത്. നരേന്ദ്രമോദി സർക്കാർ വന്ന വില സ്ഥിരതയാണ് സ്ഥിരത. BJPയുടെ പ്രതിനിധിയോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും സബ്സിഡി തരും എന്നൊക്കെയുള്ളൊരു വാക്കായിരുന്നു ഉണ്ടായിരുന്നത്. മനുവിൻ്റെ വീട്ടിൽ ഗ്യാസിന് കണക്ഷൻ ഉണ്ട്. എത്ര കാലമായി സബ്സിഡി കിട്ടിയിട്ട്? ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം കിട്ടുന്ന ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസിന് സബ്സിഡി കിട്ടുന്നുണ്ട്. ഉജ്ജ്വല യോജന ഗ്യാസ് കേട്ടോ, ഇതാ പ്രശ്നം. ഉജ്ജ്വല വഴിയെ സബ്സിഡി കിട്ടും, ഉജ്ജ്വല അല്ല പുള്ളി. പാവപ്പെട്ടവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഫ്രീ ആയിട്ടുള്ള ഗ്യാസ് കണക്ഷൻ 14 കോടി ഗ്യാസ് കണക്ഷനാണ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണക്കാരായ അത് കേരളത്തിൽ 3 ലക്ഷത്തിനകത്തടക്കം ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവർക്ക് സബ്സിഡി ഉണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യും BJPക്ക്. അതാണ് കാസർഗോഡ് നിങ്ങളുടെ വിജയപ്രതീക്ഷയെ സംബന്ധിച്ച് അവസാനത്തെ ഒരു 1-2 വാചകം. ഞങ്ങൾ പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. നമ്മുടെ സ്ഥാനാർത്ഥി അത്രയും ജനകീയനായി 5 വർഷം ഈ മണ്ഡലത്തിലെ ഏത് മുക്കിലും മൂലയിലും ഏത് കുട്ടിക്കും സുപരിചിതനായി ആർക്കും എന്തും എപ്പോഴും സംസാരിക്കാനും അവരുടെ വിഷയങ്ങൾ പറയാനും ഒക്കെ കാണിക്കുന്ന പ്രവർത്തിക്കാൻ ആളില്ല എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ഓട്ടെ അങ്ങനെ ഒരു ലൂപ്ലെസ് അങ്ങനെ ഉണ്ടോ? ഇപ്പൊ DC ജനറൽ സെക്രട്ടറിയോടല്ലേ ചോദിക്കുക, ഞാൻ വഴിപോക്കനോടല്ലേ ചോദിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു DC ജനറൽ സെക്രട്ടറി പറയട്ടെ ആയിരിക്കാം. വിജേഷിനെയാണ് ഫയർ ചെയ്തത്. അതൊന്നും എന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഒരാൾ എന്നോട് ചിലപ്പോൾ കർശനമായി സംസാരിച്ചാലും അത് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ല ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്? രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിൽ ചിലപ്പോൾ കുറച്ച് ബ്രിജേഷ് മറുപടി കേട്ടപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും എന്തിനാണ് ഇത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചതെന്ന് പ്രേക്ഷകർ വിചാരിക്കും. ഒടുവിൽ ബ്രിജേഷിനെ സംബന്ധിച്ചു അത് സത്യമായിരുന്നു.
ഏതായാലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെ സംഭവിച്ചു. അങ്ങനെയല്ല. എന്റെ ഒരു സീനിയർ നേതാവ് എന്നോട് ചോദിച്ചാൽ അതുകൊണ്ട് ഒരു വിഷയത്തിൽ പരിഹരിച്ചോ? ഏതും ആകട്ടെ, അല്ല അതൊക്കെ പരിഹരിച്ചോ? അതൊക്കെ അവിടെ പരിഹരിക്കപ്പെട്ടു. പ്രചരണം സെറ്റായോ? അങ്ങനെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളൊന്നും അവിടെ അല്ലായിരുന്നു. ഓക്കെ. കാസർഗോഡ് മണ്ഡലത്തിനകത്ത് ഇത്തവണ കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ഉണ്ണിത്താൻ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ കണക്കുകൂട്ടൽ. അതായിക്കോട്ടെ, അന്ന് ഞാൻ മൊട്ടയടിച്ച് പയ്യന്നൂരിൽ കൂടെ നടക്കും. ഒരു 100 രൂപ അധികവും കൊടുക്കണം. നിങ്ങൾ പറഞ്ഞു അയാൾക്ക് ആ സലൂണിൽ കയറിയിട്ട് ഒരു 100 രൂപ അധികം കൊടുക്കും. നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം പറയാം, നിങ്ങൾ സാധാരണയാണ്. ഇപ്പൊ ചൂടല്ലേ, നല്ല ചൂടല്ലേ, എല്ലാ കുട്ടിക്കും സുപരിചിതനാണ് MP പറഞ്ഞു. എനിക്ക് പറയാനില്ല, എല്ലാ ഇലക്ട്രിക് പോസ്റ്റിനും സുപരിചിതനാണ്. അത് വലിയ കാര്യമാണ്. ഇലക്ട്രിക് പോസ്റ്റിലായി തുടനീളമുണ്ട്. അപ്പോ എല്ലാ സ്ഥലത്തും പരിചിതമാണ്. ബെറ്റിൽ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കാശ് ഞങ്ങൾ തരാം. ഓക്കെ, കാശൊന്നും വേണ്ട. അതിന്റെ കാശ് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് തലമുണ്ടനം ചെയ്യാനുള്ള കാശ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പയ്യന്നൂർ ഇലക്ഷൻ കമ്മിറ്റി തരും. ആ പൈസ എന്റെ പൈസ തരും. മനസ്സിലാക്കി. ഞാനിപ്പോ അങ്ങനെ നിങ്ങൾ മുണ്ടനം നടത്തി നടക്കട്ടെ. അല്ല ബ്രിജേഷ് അല്ല ഇത് കേൾക്കും. അതല്ല കേക്ക്, ക്ഷമയോടെ കേക്ക്. ബെറ്റാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇപ്പൊ മുട്ടയടിക്കുന്ന കാര്യം പറഞ്ഞു, തലമുണ്ടനം അതാണല്ലോ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള. അപ്പൊ അങ്ങനെ സംഭവിക്കും. തിരിച്ചു അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ താങ്കളെ പോലെ ബാലിശമായതിനൊന്നും മറുപടി പറഞ്ഞ് മുട്ടയടിക്കുന്നു പറയാനൊന്നും രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് അതിലൊരു ആത്മവിശ്വാസമുണ്ട്. അതായത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ പരാജയപ്പെടുമെന്നും LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്ന വാചകമായിട്ട് 35 വർഷത്തിന് ശേഷം 40,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, 3.5 പതിറ്റാണ്ടിന് ശേഷം ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേ ആർജവത്തോടു കൂടെ പറയുന്നു, ഇത്തവണയും ഞങ്ങൾ വിജയിക്കും. ശരി, MLA കേട്ടല്ലോ ബ്രിജേഷിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മോദി ഗ്യാരണ്ടിക്കാണ് വോട്ട് കിട്ടാൻ പോകുന്നത് എന്ന വിശ്വാസം. പെട്രോളും ഗ്യാസും നമ്മൾ അവിടെയാണ് സംസാരിച്ചത്. ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. ചില ഘട്ടങ്ങളിൽ മാറിയും മറിഞ്ഞും ഒക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 16 തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 4 തവണ ചെറിയ വ്യത്യാസത്തിന് ഇടതുപക്ഷത്തിന് ഈ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പുതിയ അന്തരീക്ഷം, പുതിയ ആവേശം, നാട് മുഴുവനും ഏറ്റവും ആവേശഭരിതമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു നില. ബാലകൃഷ്ണ മാഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ഞങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് പറയുന്നു, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു വേട്ടയ്ക്ക് എതിരായി ഒരു പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചു വന്നിട്ടുള്ള മനുഷ്യനാണ് സഖാവ് MP ബാലകൃഷ്ണ മാഷ്. ചീമേനി കൂട്ടക്കൊല ചിലപ്പോൾ കോൺഗ്രസ്സായി മറക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കയ്യൂർ ചീമേനി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ചീമേനിയിൽ 5 മനുഷ്യരെ നിഷ്ഠൂരമായിട്ട് കശാപ്പ് ചെയ്തത്. അതിൻ്റെ എല്ലാം വേദനകൾക്കിടയിലും ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടിയുയർത്തിപ്പിടിച്ച് ഈ പ്രസ്ഥാനത്തെ നയിച്ചു മുന്നോട്ടേക്ക് പോയിട്ടുള്ള, ഇവിടെ നേരത്തെ പറഞ്ഞില്ല, ഒരു വനിതാ പ്രസിഡന്റ്, ആദ്യമായിട്ട് വനിതാ പ്രസിഡൻ്റായിരുന്നു പ്രതിഭ പാട്ടീൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങൾ പറയുന്നു ആ സഖാവ് MP ബാലകൃഷ്ണ മാസ്റ്ററാണ്. ആ വലിയ അനുഭവ പാരമ്പര്യം, വലിയ പരിചയം, അതെല്ലാമുള്ളൊരു മനുഷ്യൻ. ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെ ഒരു തരംഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഏറ്റവും വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ മുഖഭാവങ്ങളിൽ നിന്ന്, അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന്, അവരുടെ വികാരവായ്പിൽ നിന്ന്, അവർ നൽകുന്ന സ്വീകരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിജയത്തിൽ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാവണം എന്ന വിനയപൂർവ്വമുള്ള അഭ്യർത്ഥനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ഏത് നിലയ്ക്ക് എങ്ങനെയൊക്കെ എന്ന് വളരെ ദീർഘമായ ചർച്ചയാണ് പയ്യന്നൂരിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു തീർക്കുന്നത്. വളരെ ശക്തമായ വിഷയങ്ങൾ, രാഷ്ട്രീയ ബോധ്യത്തോടെ, നിലപാടോടെ കാസർഗോഡ് മുന്നോട്ട് പോവുകയാണ്. വോട്ടർമാരുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങൾ അതിശക്തമായി പതിയുമ്പോൾ വോട്ടെടുപ്പിൽ ഏതൊക്കെ നിലകളിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാകും എന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ ആ തെറ്റുതിരുത്തി LDF പക്ഷത്തേക്ക് വീണ്ടും കാസർഗോഡ് എത്തുന്നതിൻ്റെ അനിവാര്യമായ രാഷ്ട്രീയത്തെക്കുറിച്ച് LDF പറയുന്നു. ഈ നിരവധി വിമർശനങ്ങൾക്ക് നടുവിലും കാസർഗോഡ് തങ്ങളുടേതായ ഒരു കണക്കൂട്ടലിലൂടെ BJP മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ പടക്കളത്തിൽ പയ്യന്നൂരിൽ ഇവർ അവതരിപ്പിച്ചത്. വളരെ സജീവമായി തന്നെയാണ് പയ്യന്നൂർ ഈ പടക്കളത്തിൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പങ്കുചേർന്നതും. എല്ലാവർക്കും നന്ദി.